നമ്മൾ എല്ലായിടത്തും പലയിടത്തും കേൾക്കുന്നതാണല്ലോ ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്? ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ റിസ്കുകൾ, അതെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് പിന്നെ അതെല്ലാം കമ്പയർ ചെയ്ത് നമ്മളുടെ ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമുള്ള ഗോളിലേക്ക് എത്തുന്ന ഒരു പ്ലാൻ തന്നെയാണ്. അതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഏതൊരു മനുഷ്യ ജീവിതത്തിലും അവരുടേതായ ഒരു സ്ട്രഗിൾ ഉണ്ടാവുകയും ജീവിതത്തിന്റെ പല പല ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ നമുക്ക് പല രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിളാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു പ്ലാനിങ് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കുന്നതിനാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്ന മണിയെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് പഠിക്കുന്നത്. അതിനെ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നും നമ്മൾ ഇതിൽ നിന്നും പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു മെഡിക്കൽ കോസ്റ്റ്, അതിന്റെ ഒരു മെഡിക്കൽ കോസ്റ്റ് വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ മതി, നമ്മൾ അതുവരെ ഏൺ ചെയ്തിരിക്കുന്ന നമ്മുടെ അസറ്റ് അല്ലെങ്കിൽ സേവിങ്സ് എല്ലാം നഷ്ടപ്പെടുത്താനല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇത്തരം ആപത്തുകളെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്തിനാണ് ഒരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ നമ്മൾ റിട്ടയർമെന്റ് ലൈഫിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഹെൽത്ത് പ്രൊട്ടക്ഷന്റെ പ്രാധാന്യം എന്തിനാണെന്നാണ്. നമുക്കറിയാം, നമ്മൾ ഒരു പ്രായമായി വരുമ്പോഴേക്കും നമ്മുടെ ഹെൽത്തിലെ റിസ്ക് കൂടുതലാണ് അല്ലെ. പല പല അസുഖങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും വരാം. എന്നാൽ ഇന്ന് നോക്കിയാൽ അറിയാം, ഒരു 2 വർഷം മുന്നേ ഉള്ള മെഡിക്കൽ കോസ്റ്റ് അല്ല ഇന്ന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഒരു വീക്കിൽ പോലും ഒരു മികച്ച ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുത്ത, ഒരു പനി വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത ഒരു കസ്റ്റമറിന് കിട്ടിയത് 1 lakhന്റെ ബില്ലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളൊരു പനി വന്ന് ഹോസ്പിറ്റലിൽ പോയി 5 ദിവസം അഡ്മിറ്റായി നമ്മളവിടെ കിടന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് വരികയാണെങ്കിൽ നമുക്ക് ആകെ ചെലവെന്ന് പറയുന്നത് ഒരു 5000-10,000 രൂപയായിരിക്കും. പക്ഷെ ഇന്ന് അത് 2 lakhിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഒരു 10 ടൈംസ് എങ്കിലും ആ മെഡിക്കൽ കോസ്റ്റ് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മളുടെ ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു മെഡിക്കൽ കോസ്റ്റ് എത്രയായിരിക്കണം നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിട്ടയർമെന്റ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ആളുകളും ബുദ്ധിമുട്ടുന്നത്, ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്നതും ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 60% ആളുകളും അതിലേക്കാണ് കൂടുതലും സ്ട്രഗിൾ അനുഭവിക്കുന്നത്. ഈ ഒരു ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫാമിലിയിലുള്ള മറ്റ് ആളുകൾക്ക് അതൊരു ബട്ടനാണ് അല്ലെ. പ്രത്യേകിച്ച് മക്കളൊക്കെ ആകുമ്പോൾ പെട്ടെന്നുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ, മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻ, യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ, ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തിൽ അത് ആ കുടുംബത്തിനെ ആകെ തന്നെ തകർത്ത് കളയും. അപ്പം നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെയും മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമില്ലാതെയും നമ്മൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. വെൽ പ്ലാൻ എന്ന് പറയുന്നത് നല്ല ഒരു ഹെൽത്ത് സെക്യൂരിറ്റി ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുക എന്നതാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കണം എന്ന് വെച്ചാൽ അനാവശ്യമായ ആഗ്രഹങ്ങളല്ല, അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെയും ആശ്രയിക്കാതെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും കടയിൽ പോയാൽ എന്താ ചെയ്യുന്ന, സാധനത്തിൽ ആദ്യം വിലയാണ് നോക്കുന്നത് അല്ലേ. ആ വില നോക്കിയിട്ട് അയ്യോ ഇതെൻ്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആ ആഗ്രഹം മാറ്റി വെക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു മാറ്റി വെക്കേണ്ടി വരാതെ തന്നെ ഒരു സാധനം നമ്മൾ ആഗ്രഹിച്ചാൽ അത് വാങ്ങാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തിനാണ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. അതേസമയം നമുക്ക് എത്രത്തോളം ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് എന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. വെറുതെ ആയിരിക്കരുത് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് പല ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നാണ് അതുപോലെയുള്ള പ്രൊട്ടക്ഷൻസ് ഒക്കെ എടുത്തു വെക്കുന്നത്. പക്ഷെ അത് നമുക്ക് ഉതകുന്നതാണോ, നമുക്ക് ആവശ്യത്തിനുള്ളതാണോ എന്ന് പലരും ചിന്തിക്കാറില്ല. ഒരു ക്ലെയിമൊക്കെ വന്ന സമയത്താണ് ഇത് മതിയാവുന്ന ഒരു ഉപകാരമാവുന്നില്ല, നമുക്കിതുകൊണ്ട് നമുക്കൊന്നും നേടാനോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ക്ലെയിം അത് കവർ
കവറേജ് കിട്ടില്ല എന്നൊക്കെ അറിഞ്ഞ് വിഷമിക്കുന്നത്. അപ്പൊ നമുക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ വേണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതിന് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഏജ് എന്താണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, അതുപോലെ ഫാമിലിയുടെ ഹെൽത്ത് ഹിസ്റ്ററി എന്താണ്, ഇതെല്ലാം നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഏജിനനുസരിച്ചിട്ടാണ് നമുക്ക് ഒരു സം അഷ്വേർഡിന് വേണ്ട പ്രീമിയം അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടി വരുന്നത്. അതുപോലെ ആ ഒരു ഇതിനകത്ത് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടി വരുന്ന ആ എമൗണ്ടിനെ മറ്റു പല ഘടകങ്ങളും ബാധിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് ഒക്കെ വന്നവരുണ്ട്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എത്ര പ്രീമിയം വരും, എത്ര ഇൻഷുറൻസ് കവറേജ് കിട്ടും എന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെയാണ് ഒരു മിനിമം എത്ര കവറേജ് വേണമെന്നുള്ളത്. പല ആളുകളും പറയണേ ഒരു 2,00,000 എടുത്ത് വെക്കുക, ഒരു 3,00,000 എടുത്ത് വെക്കുക. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഒരു പനി വന്നാൽ 1,00,000 രൂപയുടെ കവറേജ് അല്ലെങ്കിൽ എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നിടത്ത് നമുക്ക് ഈ 2,00,000 3,00,000 ഒന്നും ഒരു കവറേജ് ഉണ്ടായിട്ട് അടുത്ത ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ആണ് വരുന്നതെങ്കിൽ നമുക്കിതൊന്നും കവറേജിൽ മതിയാവില്ല. അപ്പോൾ നമ്മൾ മിനിമം ഒരു 10 അല്ലെങ്കിൽ 25 ലക്ഷത്തിനുള്ളിലുള്ള കവറേജ് നമ്മൾ എന്തായാലും എടുത്തു വെക്കണം. പ്രത്യേകിച്ചും ഫാമിലി ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു കവറേജ് നമ്മൾ മിനിമം എങ്കിലും എടുത്തിരിക്കണം. പിന്നെ ഇൻഫ്ലേഷൻ ഞാനിപ്പോൾ പറഞ്ഞു, ഓരോ വർഷം കൂടുന്തോറും 10 ഇരട്ടി കോസ്റ്റാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാലം നമ്മൾ കണക്കാക്കണം. നമ്മളൊരു 10-20 വർഷം കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് ആവുന്ന ഒരു കാലത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ മെഡിക്കൽ കോസ്റ്റ് ഒക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇൻഫ്ലേഷൻ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനും കൂടി കരുതി നല്ല രീതിയിലുള്ള ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ നമ്മൾ എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ വന്നാൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാൽ, ഇനി അതും അല്ലെങ്കിൽ കുറെ ആളുകൾ വീട്ടിൽ തന്നെ കിടത്തി ചികിത്സിക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതും കൂടി നമ്മൾ ഇതിനകത്ത് കണക്കാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ വളരെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, വളരെ നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആ പ്രീമിയത്തിലുള്ള കുറവ് അതല്ല നമുക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ ബെനിഫിറ്റ് നേടാനായിട്ട് സാധിക്കും. കാരണം ചില അസുഖങ്ങൾക്ക് ആദ്യത്തെ 2 വർഷത്തേക്ക് കിട്ടില്ല എന്നൊക്കെയുള്ള എക്സ്ക്ലൂഷൻസ് ഉണ്ട്. അത് പല ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ് അവർ ആ സമയമാകുമ്പോഴത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു പോളിസി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 30 ദിവസത്തിന് ശേഷമാണ് അത് ആ പോളിസി ആക്ടിവേറ്റ് ആവുന്നത് തന്നെ, ആ പ്രൊട്ടക്ഷൻ ആക്ടിവേറ്റ് ആവുന്നത്. അതേസമയം നമ്മളത് വൈകിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും വൈകിക്കൊണ്ട് തന്നെയായിരിക്കും. പിന്നെ ചില അസുഖങ്ങൾക്ക് ഇപ്പൊ ഹെർണിയ, എന്താ സൈനസൈറ്റിസ്, അപ്പൻഡിക്സ് അങ്ങനെയൊക്കെയുള്ള ചില അസുഖങ്ങൾക്ക് വളരെ 2 വർഷം പുതുക്കിയതിന് ശേഷമാണ് അതിന് കവറേജ് കിട്ടുക എന്നുണ്ട്. പിന്നെ നമുക്ക് നിലവിൽ എന്തെങ്കിലും അസുഖമുണ്ട്, BP, ഷുഗർ, ഇൻസുലിനൊക്കെ എടുക്കുന്ന പാർട്ടീസാണ്, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരാണ്, ഇതിനൊക്കെ നമ്മൾ 4 വർഷം പുതുക്കിയതിന് ശേഷമാണ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വളരെ നേരത്തെ തന്നെ, അതായത് നമ്മൾ അധികം ഏജ് ആവാതെ ഇരിക്കുകയും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മൾ പോളിസിയൊക്കെ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 വർഷത്തെ കവറേജ് 4 വർഷത്തെ കവറേജ് ഒക്കെ നമുക്ക് അതിനെ ഓവർകം ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു പോളിസി എടുക്കുന്നത്. അപ്പൊ നമ്മൾ പല ആളുകളും എന്താ വെച്ചാൽ വളരെ പ്രീമിയത്തിന്റെ ബേസ് നോക്കിയിട്ട് വളരെ കുറഞ്ഞ പ്രീമിയം മതി, ഞാൻ അത് പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ചെറിയ ഒരു കവറേജിലേക്കും പ്രീമിയത്തിലേക്കും ഒക്കെ നോക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു മേജർ ഇൽനെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ OPD ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലെ എമൗണ്ട് കിട്ടുന്നതാണ്. കൂടുതൽ ആളുകൾ ചിലപ്പോൾ മരുന്ന് വാങ്ങാനും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയായിരിക്കും കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമോ എന്ന് നോക്കാം. ഹോസ്പിറ്റലിൽ കിടന്ന ക്യാഷ്ലെസ് രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ എത്തരത്തിലുള്ള ഒരു സ്കീമാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷനാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും നമ്മൾ ക്രമീകരിച്ച് വയ്ക്കുക എന്നുള്ളത്. അതായത് നമ്മളുടെ ഇൻകത്തിന്റെ മാസം നമുക്ക് എത്ര വരുമാനം ഉണ്ടോ അതിൻ്റെ ഒരു 6 മാസത്തെ വരുമാനമെങ്കിലും നമ്മളെപ്പോഴും എമർജൻസി ഫണ്ടായിട്ട് സ്വരൂപിക്കണം. കാരണം നമ്മൾ ഒരു അത്യാവശ്യ ഒരു മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ പോകേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോകുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ഫെസിലിറ്റി ചിലപ്പോൾ അവിടെ കാലതാമസം വന്നേക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ എപ്പോഴും നമ്മളൊരു
ആം, 6 മാസത്തേക്കുള്ള എമൗണ്ടെങ്കിലും നമ്മൾ കയ്യിൽ എപ്പോഴും എമർജൻസി ഫണ്ടായിട്ട് കരുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ക്രിട്ടിക്കൽ ഇൽനെസ് നുള്ള കവറേജ് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് ആണ് വരുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു പനി, അത്തരം വൈറൽ ഫീവർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വന്നിരുന്നതെങ്കിൽ ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ ചെറുപ്പക്കാർ മുതൽ വയസ്സായവർക്ക് വരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്സുകളാണ് ക്യാൻസർ, കിഡ്നി പ്രോബ്ലംസ്, അങ്ങനെയുള്ള ഫാറ്റി ലിവർ അങ്ങനെയൊക്കെയുള്ള പല അസുഖങ്ങളാണ് ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ടുള്ള കവറേജുകളെല്ലാം എടുത്തു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രിവെൻഷൻ എന്ന രീതിയിൽ, അതായത് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ട പ്രിവെൻഷൻ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയ ഹെൽത്തി ഫുഡൊക്കെ എടുത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്ത് അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി റെഗുലറായിട്ടുള്ള ഒരു ഹെൽത്ത് ഹാബിറ്റ് നമ്മൾ കീപ്പ് ചെയ്യുകയും റെഗുലറായിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷനൊക്കെ എടുത്ത് നമുക്ക് അസുഖമില്ലെന്ന് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഒന്നും കൂടാതെ ജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എത്ര തരം ഹെൽത്ത് പ്രൊട്ടക്ഷൻ പ്ലാനുകൾ ഉണ്ട് എന്നാണ്. പല ആളുകൾക്കും അതറിയില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാം, അതുപോലെ ഫാമിലി ആയിട്ട് എടുക്കാം, സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ ആക്സിഡന്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ ടോപ്പ് അപ്പ് പ്ലാനുകളുണ്ട്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഫാമിലി ആയിട്ട് കൊടുക്കാം, ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഒറ്റയ്ക്കായിട്ട് ഒരാൾക്ക് എടുക്കുന്നതും ഫാമിലി ആയിട്ട് എടുക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഫാമിലിക്കായിട്ട് എടുക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നല്ല വലിയ ഒരു എമൗണ്ടിലേക്കൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ ഇൽനെസ് പ്രൊട്ടക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം. പിന്നെ പേഴ്സണൽ ആക്സിഡന്റ് കവർ. ഇപ്പം എല്ലാവരും തന്നെ ഒരു വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണ്, വെഹിക്കിളൊക്കെ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കൊണ്ട് എടുത്തു വയ്ക്കാറുണ്ട്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പം നമ്മൾ നോക്കി അറിയാം, ഓരോ 3 സെക്കൻഡിലും 10 വീതം ആളുകൾക്കാണ് ആക്സിഡന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണക്ക് പ്രകാരം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു 3 സെക്കൻഡിൽ 10 പേര് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. തേർഡ് പാർട്ടി ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലും, ഒരു ആക്സിഡന്റ് വന്നാലും, ഒരു ഡിസേബിലിറ്റി വന്നാലും അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ എടുത്തു വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന് ചാറ്റിലേക്ക് വരിക, നിങ്ങളിൽ എത്ര പേര് ഇത്തരം പേഴ്സണൽ ആക്സിഡന്റ് പോളിസി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എടുത്തു വച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ചാറ്റിലേക്ക് വരാം. പിന്നെ സീനിയർ സിറ്റിസൺ ഹെൽത്ത് പോളിസിയാണ്. അതായത് നമുക്ക് പാരൻസിനൊക്കെ എടുക്കാൻ പറ്റുന്ന 60 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ചുള്ള പോളിസികളാണ്. കാരണം 60 വയസ്സ് കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ് അല്ലേ, ഹെൽത്തിൻ്റെ പല ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം ഒരു സ്കീമിലേക്ക് അവരെയൊക്കെ ജോയിൻ ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലും അവർക്ക് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പം മക്കളൊക്കെ വിദേശത്തു നിന്നൊക്കെ പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന പാരൻസിന് നല്ലൊരു ഹെൽത്ത് പ്രൊട്ടക്ഷനൊക്കെ എടുത്തു വെച്ചാൽ മക്കൾ ഇവിടെ ഇല്ലെങ്കിലും അവർക്ക് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന് ഹോസ്പിറ്റലൈസേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കളെ ഒന്നും ആശ്രയിക്കാതെ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരാതെ തന്നെ അവരെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ മാറ്റാനും ട്രീറ്റ്മെന്റ് എടുക്കാനും ഒക്കെ ഈ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സഹായിക്കുന്നു. അപ്പൊ അതെല്ലാം എടുത്തു കൊടുക്കുക, പാരൻസിനൊക്കെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കുക. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് അവരുടെ പാരൻസിന് ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ട് എന്ന് ചാറ്റിലേക്ക് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി പല കോമൺ മിസ്റ്റേക്കുകളുണ്ട്. പല ആളുകളും ചെയ്തു വയ്ക്കുന്ന ഹെൽത്ത് പ്രൊട്ടക്ഷൻ പ്ലാൻ ചെയ്യുന്നതിൽ കാണിക്കുന്ന പല കോമൺ മിസ്റ്റേക്കിനെ കുറിച്ച് ഒന്ന് പറയും. എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതായത് പല ആളുകളും പോളിസി എടുക്കും, പക്ഷെ അതിനെ റിവ്യൂ ചെയ്യില്ല. അപ്പം ഞാൻ നേരത്തെ പല ടൈപ്പ് പോളിസി പറഞ്ഞു, സീനിയർ സിറ്റിസൺ അതിനകത്തൊക്കെ. അതുപോലെ ടോപ്പ് അപ്പ് പ്ലാനുകളും അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഈ ടോപ്പ് അപ്പ് പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പം 5 ലക്ഷത്തിനൊക്കെ പോളിസി എടുത്ത് വച്ചിട്ടുണ്ടാകും, പക്ഷെ അതിനെ ഒരു ഇൻഫ്ലേഷൻ ബാധിക്കാതെ ഇരിക്കാനായിട്ട് കാലം കഴിയുന്തോറും അതിൽ ഹെൽത്ത് കോസ്റ്റ് കൂടി വരുന്നതനുസരിച്ച് ആ പ്രൊട്ടക്ഷൻ മതിയാവില്ല. അപ്പൊ അതിനെ ഒരു 10 ലക്ഷത്തിലോ 25 ലക്ഷത്തിലേക്കൊക്കെ ആക്കണമെങ്കിൽ നമ്മുടെ ഏജിനൊക്കെ അനുസരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളെയൊക്കെ വെച്ച് വരുമ്പോൾ അത് വലിയ ഒരു എമൗണ്ട് പ്രീമിയം ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് ചിലർക്ക് അഫോർഡ് ആവില്ല. അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് ഈ 5 ലക്ഷത്തിന്റെ ഡിഡക്ഷൻ വെച്ചിട്ട് നമുക്ക് അതിനൊരു ടോപ്പ് അപ്പ് പ്ലാനിലേക്ക് എടുക്കാൻ
എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് ഒരു ടോപ്പപ്പ് പ്ലാനും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ടോപ്പപ്പ് എടുക്കുന്നതിന് അധികം പ്രീമിയം ഒന്നും ആവില്ല. 1 crore വരെ നമുക്ക് ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലിക്കൊക്കെ ആകുമ്പോൾ ഒരു 15,000 20,000 താഴെ 1 crore വരാറുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ നമ്മൾ ആ ഒരു സ്കീം എടുക്കുവാണെങ്കിൽ നമുക്ക് 1 crore വരെയുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പോട് കൂടി ജീവിക്കാനായിട്ട് സാധിക്കും. അതിൽ ആദ്യത്തെ 5 lakhന്റെ ക്ലെയിം വരുമ്പോൾ അത് നമുക്ക് ഓൾറെഡി ഉള്ള ബേസിക് പോളിസിയിൽ എടുക്കുകയും ചെയ്യും. അതിന് മേലെ വരുന്ന ഇതിനെ നമുക്ക് ഈ ടോപ്പപ്പ് പ്ലാനിൽ നിന്നും എടുക്കാനും സാധിക്കും. അങ്ങനെയാണ് അത് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ സാധാരണ കോമൺ മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പല ആളുകളും ഇത്തരം പോളിസികൾ എടുത്ത് വെക്കും. പക്ഷെ അതിന് ഈ പറഞ്ഞ ഇൻഫ്ലേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊന്നും മുൻകൂട്ടി കാണാതെയും അല്ലെങ്കിൽ അതിനെ റിവ്യൂ ചെയ്യാതെയുമാണ് ആ ഒരു പോളിസി മതി എന്ന് വിചാരിച്ചിരിക്കുന്നത്. പല ആളുകളെയും എനിക്കറിയാം 2 ലക്ഷത്തിന് 3 ലക്ഷത്തിനൊക്കെ പഴയൊരു സ്കീമും വച്ചിട്ടാണ് ഇപ്പോഴും നടക്കുന്നത്. അതിനെ ഒന്ന് ടോപ്പപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ഹയർ സമ്മേഷനിലേക്ക് എടുത്ത് ഫാമിലിയെ കൂടുതൽ പ്രൊട്ടക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അവർ അത് കൂട്ടാക്കില്ല. പക്ഷെ അങ്ങനെ ചെയ്ത പല ആളുകളും പിന്നീട് അവർക്കൊരു പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി വന്ന് ഒരു ഓപ്പറേഷൻ കേസൊക്കെ വന്നു കഴിയുമ്പോൾ 5 lakh 6 lakh ഒക്കെ അടക്കേണ്ടി വരുമ്പോഴാണ് അവർക്ക് ഉള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വെറും 2 ലക്ഷത്തിൻ്റെയാണ് അല്ലെങ്കിൽ 3 ലക്ഷത്തിൻ്റെയാണ്, അത് മതിയാവില്ല എന്നറിയുന്നതും അതുവരെ സേവ് ചെയ്ത് വെച്ചതും എല്ലാം നഷ്ടപ്പെടുത്തേണ്ടതും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ച് ഒരു ഡെപ്തിലേക്ക് പോകുന്നതുമൊക്കെ. അങ്ങനെ ഒരു ഡെപ്റ്റൊക്കെ അവർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കടബാധ്യതയൊക്കെ വന്ന് അവരാകെ ഒരു അസ്വസ്ഥമായ ജീവിതത്തിലേക്കായിരിക്കും പിന്നീട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മിസ്റ്റേക്ക് ഒന്നും കാണിക്കാതിരിക്കുക. ഇതൊക്കെ ഇത്തരം നമ്മുടെ പോളിസികളെ റിവ്യൂ ചെയ്യുക, നമുക്കിത് മതിയാവുമോ എന്ന് നോക്കിയിട്ട് അതിന് വേണ്ട പ്രോപ്പർ ഗൈഡൻസോട് കൂടി പല ആളുകളും ചെയ്യുന്നത് കൃത്യമായ ഒരു ഗൈഡൻസ് ഇല്ലാതെ അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെ ഇത്തരം പ്രൊട്ടക്ഷൻ എടുത്തു വയ്ക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കൃത്യമായ ഒരു ഗൈഡൻസോട് കൂടിയാണ് അവരത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പിന്നീട് ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളോ മറ്റു ബുദ്ധിമുട്ടോ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഇൻസ്റ്റാൾമെന്റ് പ്രീമിയം അടയ്ക്കേണ്ടി വരുന്ന ഒരു സ്കീമൊക്കെയാണ് പല ആളുകളും ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെയാണ്. അതിൽ ഒരുപാട് ഡിഡക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് എക്സ്ക്ലൂഷൻസ് ഉണ്ടാകും. അപ്പം മതിയായ ഒരു പ്രൊട്ടക്ഷൻ അവിടെ കിട്ടില്ല. ചിലപ്പോൾ റൂം റെന്റ് ഇത്രേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു അസുഖത്തിന് ഇത്രേ കിട്ടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ അതിനകത്ത് വരും, ലിമിറ്റേഷൻസ് ഒക്കെ അതിനകത്ത് വരും. അങ്ങനെ വരുമ്പോഴാണ് പല ആളുകൾ ഈ കുഞ്ഞു പ്രീമിയത്തിന് എടുത്തു വെച്ചിട്ട് പോളിസി ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, എന്നാൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഒക്കെ ചിലർ അവോയ്ഡ് ചെയ്യും. അപ്പം നമ്മൾ ഒരു സ്കീമിലേക്ക് ചേരുന്ന നേരത്തെ പല അവർ അഡ്വൈസേഴ്സ് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും നിലവിൽ എന്തെങ്കിലും അസുഖമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷനോ കാര്യങ്ങളോ നടത്തിയിട്ടുണ്ടോ, മെഡിസിൻ കഴിക്കുന്നുണ്ടോ. പല ആളുകളും ചില കാര്യങ്ങൾ മറച്ചു വെക്കും. അവർ വിചാരിക്കുന്നത് അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞില്ലെങ്കിൽ നാളെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഇന്ന അസുഖത്തിന്. ചില ആളുകൾക്ക് ചിലപ്പോൾ 1-2 മാസം കഴിഞ്ഞ് വല്ല ഓപ്പറേഷന് പോകേണ്ട കേസ് വരെയായിരിക്കും. എന്നാൽ പോലും അവരത് പറയാതെ മറച്ചു വെച്ചിട്ട് സ്കീമിലേക്ക് ചേരും. എന്നിട്ട് 1-2 മാസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ക്ലെയിമിന് പോകും. അപ്പം അത് റിജക്ഷൻ ആകും. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നതും ഡോക്ടേഴ്സ് പാനലാണ്. അവർക്ക് കണ്ടാൽ മനസ്സിലാവും ഒരസുഖം എത്ര കാലമായിട്ട് വന്നിട്ടായിരിക്കും ഈ ഒരവസ്ഥയിലേക്ക് എത്തുന്നത് എന്നത്. പിന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ എഴുതി വെച്ചിട്ടുണ്ടാകും ഇയാൾ ഇത്ര കാലമായിട്ട് ഇനി മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് രണ്ടും കൂടി വരുമ്പോൾ ഇവർക്ക് ഓൾറെഡി സ്കീം എടുക്കുന്ന സമയത്ത് ഇവർക്ക് ഓൾറെഡി അസുഖം ഉണ്ടായിരുന്നു എന്നും അത് ഇവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നും അവിടെ ഒരു സത്യസന്ധതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നെ അവർക്ക് ആ ക്ലെയിമും റിജക്റ്റ് ആകും. ചിലപ്പോൾ ആ പോളിസി പിന്നീട് റിന്യൂ ചെയ്യാൻ പോലും കമ്പനി സമ്മതിക്കാതെ വരും. അപ്പം എപ്പോഴും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ സ്കീം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്നത് ഡോക്ടേഴ്സിനോടും വക്കീലിനോടും നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് ഇൻഷുറൻസ് അഡ്വൈസേഴ്സിനോടും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനോടും ഒക്കെ നമ്മൾ പറയാതിരിക്കുക എന്നുള്ളത്. പിന്നെ കാണുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫണ്ട് സ്വരൂപിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ, മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻ വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഒരു മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻ എപ്പോൾ വേണമെങ്കിലും വരാം. നമുക്ക് അത് ഒന്നും വിളിച്ചു പറഞ്ഞിട്ടല്ല വരുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് ഇതിനെ ഒന്ന് ഓവർകം ചെയ്ത് പോകാൻ, അതിനെ നമുക്ക് നേരിടണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കും. പല ആളുകളും അതും ചെയ്യാറില്ല. ഇത്തരം മിസ്റ്റേക്കുകളാണ് സാധാരണയായി ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം മിസ്റ്റേക്കുകൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ
ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ഇതുവരെ ചിലപ്പോൾ ആരും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു പ്ലാനിങ്ങും നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഹെൽത്ത് കവർ എത്ര വേണം എന്നുള്ളത് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത് മതിയായതാണോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് അപ്പ് ചെയ്തോ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു എമർജൻസി ഫണ്ട് സ്വരൂപിക്കാനായിട്ട് നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഹെൽത്ത് സ്റ്റൈല് ഉണ്ടാക്കിയെടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു അടുക്കും ചിട്ടയൊക്കെ വരുത്തി നല്ലൊരു രീതിയിൽ നമ്മൾ ഹെൽത്ത് റിസ്കുകൾ നമ്മൾ കുറയ്ക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. കൃത്യമായ ഒരു ഗൈഡൻസോട്, ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ ഗൈഡൻസോട് കൂടി തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എല്ലാം നടത്തുക, പ്രൊട്ടക്ഷൻ പ്ലാനിങ് എല്ലാം നടത്തുക. ഇതൊക്കെയാണ് നമ്മൾ ഇനി കൃത്യമായിട്ടും ചെയ്യേണ്ടത് കാര്യങ്ങൾ. അതായത് എന്തിനു വേണ്ടി നമ്മൾ ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കണം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിലേക്ക് വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്താണ് ഇനി ചെയ്യാൻ പറ്റുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ ഗൈഡൻസിനും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഒരു പേഴ്സണലായിട്ട് നിങ്ങൾ സംസാരിച്ച് കൂടുതൽ ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രീ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഒരു ജീവിതയാത്രയിൽ ഒരു വഴിത്തിരിവായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.